കരാറും രേഖകളും ഉണ്ടായിട്ടും അതെല്ലാം സർക്കാർ വകുപ്പുകളിൽ ലഭ്യമായിട്ടും എന്തിനാണ് പുകമറ സൃഷ്ടിക്കുന്നവരും റിപ്പോർട്ടും അതിന് പിന്നാലെയുള്ള വ്യാജ വാർത്തകളും എന്നതാണ് ചോദ്യം. ടി വി പ്രസാദ് വിവരങ്ങളുമായി ചേരുകയാണ്. ടി വി പ്രസാദ്, സെക്രട്ടറി വിശദമായ അന്വേഷണം നടത്തി പുറത്തുവിട്ട റിപ്പോർട്ടാണ് ഇപ്പോൾ വലിയ ചർച്ചകൾക്കൊക്കെ വാർത്തകൾക്കൊക്കെ തിരികൊളുത്തിയിരിക്കുന്നത്. പക്ഷേ ഒന്ന് അന്വേഷിച്ചാൽ കിട്ടുന്നതായിരുന്നു കരാർ രേഖകളും മറ്റും. ഉറപ്പായും മധു, 2024 ഡിസംബർ മാസം 20-ാം തീയതി റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയും അതുപോലെ അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷനും തമ്മിലുണ്ടാക്കിയ കരാറിന്റെ പകർപ്പാണ് പ്രേക്ഷകർക്ക് കാണത്തക്ക രീതിയിൽ സ്ക്രീനിൽ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു കരാർ, അതുപോലെ തന്നെ 126 കോടി രൂപ കൈമാറിയതിൻ്റെ രേഖകൾ, SBI ബാങ്ക് വഴി കൈമാറിയതിൻ്റെ രേഖകളടക്കം എല്ലാ രേഖകൾ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നത് എന്ന കാര്യം വ്യക്തമാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളായി തുടർച്ചയായി സർക്കാരിനെതിരെ വരുന്ന വാർത്തകൾ, ആ വാർത്തകളിൽ മിക്ക പ്രധാനപ്പെട്ട വാർത്തകളും ആദ്യം പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് റിപ്പോർട്ടർ TV ആണ് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. ഏറ്റവും ഒടുവിലായി കാസർഗോഡ് 136 ഗ്രാം MDMA പിടികൂടിയ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകൻ VD സതീശന്റെ സന്തത സഹചാരിയാണ് എന്ന് തെളിയിക്കുന്ന വീഡിയോയും സമൂഹത്തിന്റെ മുന്നിലെത്തിച്ചത് റിപ്പോർട്ടറാണ്. അതടക്കമുള്ള വിഷയങ്ങൾ എല്ലാം വലിയ പ്രതികാരം അത് റിപ്പോർട്ടർ TVയോടുണ്ടാവുകയും മറ്റു മാധ്യമങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് മെസ്സിയെ കൊണ്ടുവരാനുള്ള ശ്രമം, അർജന്റീനൻ ടീമിനെ കൊണ്ടുവരാനുള്ള ശ്രമം അതൊരു തട്ടിപ്പിന്റെ ഭാഗമാണ് എന്ന് വരുത്തി തീർക്കുന്ന രീതിയിലുള്ള പ്രചാരണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ പുറത്തു വന്ന രേഖകൾ പരിശോധിച്ചാൽ ആർക്കും മനസ്സിലാകും എന്താണ് സംഭവിച്ചതെന്ന്. എന്തായാലും ഇത് സംബന്ധിച്ചുള്ള വ്യക്തത റിപ്പോർട്ടർ വ്യക്തമാക്കി കഴിഞ്ഞു. പുറത്തു വന്ന റിപ്പോർട്ട് വ്യാജമാണെന്ന് തെളിയുകയാണ്. ഉറപ്പായും റിപ്പോർട്ടറിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വാർത്തകളെ മെറ്റയെ ഉപയോഗിച്ച് ഡിലീറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു, നമ്മുടെ കാർഡുകൾ ഡിലീറ്റ് ചെയ്യുന്നു, വാർത്തകൾ നീക്കം ചെയ്യുന്നു. ഉറപ്പായും അതിന്റെ തുടർച്ചയാണ് ഇപ്പോൾ കാണുന്നതും കേൾക്കുന്നതുമെല്ലാം. മാധു, ടി വി പ്രസാദ് വിവരങ്ങൾ നൽകിയത്.